അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ സൈഡായിട്ട് കഴിക്കുന്ന സലാഡില്ലേ, ഞങ്ങളുടെ നാട്ടിൽ കച്ചമ്പർ എന്നാണ് പറയുക. അപ്പോൾ അത് എങ്ങനെയാണ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആവശ്യമുള്ളത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക, ഒന്ന് ചെറുതാക്കി അല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിലിട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം ചെറുതാക്കി കുഞ്ഞാക്കി അരിഞ്ഞ് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി എൻ്റെ ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. ഈ ഉമ്മച്ചി ഇങ്ങനെയാണ് ഉണ്ടാക്കി തരിക. ഇതുപോലെ നല്ല രസമാണ്. അത് ചോറിക്കും രസമാണ്, അതുപോലെ തന്നെ സാദാ ചോറിക്കും ഇത് രസമായിരിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തൈരൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും 2-3 വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ താളിച്ച് വെച്ചത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സലാഡില്ലേ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സലാഡോ അല്ലെങ്കിൽ കച്ചമ്പറോ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാവും. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് മലയാളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ.